ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഫസ്റ്റ് ഇടുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ഇത് ഞാൻ 5 പേർക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കിനി ഈ ബട്ടർ നല്ലപോലെ നമുക്ക് മെൽറ്റ് ആയിട്ട് എടുക്കാം. ിലേക്ക് നമ്മൾ ഇനി ഇതിനകത്തേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഗാർലിക് ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ ഇതിൻ്റെ ഒന്നിൻ്റെയും കളറൊന്നും മാറരുത്. കളറൊക്കെ മാറിയ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്രീം എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറിൽ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി അത് ഒരു ഭംഗിയില്ലാണ്ടാവും. അപ്പോൾ ആ വൈറ്റ് കളർ മാറിപ്പോകരുത്. അപ്പോൾ നമ്മളിത് അധികം എല്ലാം കൂടി ഇട്ട് കളർ മാറ്റരുത്. ഇതിൻ്റെ അകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഒണിയൻ ഇട്ട് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നിൻ്റെ കളർ മാറ്റരുത്. അതുമാത്രമല്ല, ഈ ഒണിയനൊക്കെ പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ കളർ മാറിയാലും അതെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പം അതിൻ്റെ ടേസ്റ്റൊക്കെ അത്രയും രസം ഉണ്ടാവില്ല. പിന്നെ ഇതിനകത്തേക്ക് ഇനി ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ സെലറി ഇട്ട് കൊടുക്കുന്നുണ്ട്. സെലറിയുടെ ആ ഒരു റോ ടേസ്റ്റില്ലേ, ആ റോ ടേസ്റ്റ് മാത്രം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ട ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ ഞാനിവിടെ 2 കപ്പ് ചിക്കനാണ് എടുത്തേക്കണം. 5 പേർക്ക് ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റിയിൽ ഞാൻ ഇവിടെ 2 കപ്പ് ചിക്കൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോൾട്ട് ഒരു 1 ടീസ്പൂൺ സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പിന്നീടൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വേണ്ടത്ര ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു 1 ടീസ്പൂൺ തൈം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രഷോ അല്ലെങ്കിൽ ഡ്രൈഡ് തൈം ഏതായാലും ഇടാം. തൈം നല്ല ടേസ്റ്റ് ഇതിന് കൊടുക്കും. എന്നിട്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇതേക്ക് ഇട്ടിട്ട് നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ടൊന്നും ചെയ്യരുത്. ഒരു ലോ ഫ്ലെയിമിലിട്ട് തന്നെ എല്ലാം ചെയ്യണം. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഇനി ഒരു 1.5 ലിറ്റർ വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒഴിക്കണ്ടല്ലോ, ഇതാണ് ലൈക്ക് സൂപ്പിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് മനസ്സിലാവണത്. ഇനി നമ്മൾ ഇത് എല്ലാം ഒന്ന് മൊത്തത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് ബോയിൽ ചെയ്ത് തന്നെ അതിനകത്ത് ഇട്ടേക്കണം. ആ ചിക്കനൊക്കെ ഒന്ന് കുക്കായിട്ട് വരണം. എനിക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ സോൾട്ട് പിന്നെയും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപ്പ് എത്ര വേണം അത്രയും നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് നല്ലപോലെ ബോയിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്യാനാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിച്ചിരിക്കണ വെള്ളവും പിന്നെ അതിൻ്റെ അകത്ത് ഇട്ടേക്കണ ഒണിയനും ചിക്കനും അത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് പിന്നെ നിങ്ങൾ സ്ട്രെയിനർ എടുക്കുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങൾ അരിപ്പ് എടുക്കുന്ന സമയത്ത് 2 ലെയർ ഉള്ളത് എടുക്കാണ്ടിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യണം. സിംഗിൾ ലെയർ ആയിട്ടുള്ളത് എടുക്കുന്നതായിരിക്കും മോർ ബെറ്റർ. കാരണം അത് നമ്മൾ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി എളുപ്പമായിരിക്കും അത് സ്ട്രെയിൻ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ആ സ്ട്രെയിൻ ചെയ്തെടുത്ത സാധനം നമുക്ക് മിക്സിയിലിട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഞാൻ അത് മൊത്തത്തിലിട്ടില്ല കാരണം എൻ്റെ സ്ട്രെയിനർ 2 ലെയർ ഉണ്ട്. അതുകൊണ്ട് ഞാൻ മൊത്തത്തിലിട്ടില്ല. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഒഴിച്ച വെള്ളം ഇത്തിരി വേണം. പിന്നെ അതിനകത്തുള്ള ചിക്കനും കൂടി മൊത്തത്തിൽ ഞാൻ ഇട്ടിട്ട് ഇത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ല ഒരു ക്രീമി ടെക്സ്ചറിൽ വരണം. നമുക്കിത് നല്ല ക്രീമായിട്ട് കാണുമ്പോൾ നമുക്ക് ക്രീമി ആയിട്ട് തോന്നണം നമുക്ക്. ഇനി ഇത് പിന്നെ നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്ട്രെയിനറിന് 2 ലെയർ ഉള്ള കാരണം തന്നെ നല്ല കഷ്ടപ്പെട്ടു ഞങ്ങൾ സ്ട്രെയിൻ ചെയ്തെടുക്കാൻ. എടുക്കുമ്പോൾ 1 ലെയറുള്ള സ്ട്രെയിനർ എടുക്കാൻ നോക്കണം. എന്നിട്ട് ഇനി നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്ത സാധനം നമ്മൾ പാത്രത്തിലേക്ക് പിന്നെയും തിരിച്ചിട്ടിട്ട് നമ്മൾ ഇത് പിന്നെയും ബോയിൽ ചെയ്തെടുക്കണം. പിന്നെ ഇത് നമ്മൾ ബോയിൽ ചെയ്യണ സമയത്ത് ഇത് ബോയിൽ ചെയ്യുന്ന സമയത്തല്ല, നമ്മൾ ഫസ്റ്റ് ആ ചിക്കൻ ബോയിൽ ചെയ്ത സമയത്ത് ആ വെള്ളം നമ്മൾ അതിൻ്റെ നേരെ ഹാഫായിട്ട് വേണം നമ്മളത് എടുക്കാൻ, എന്ന് പറഞ്ഞാൽ ബ്ലെൻഡ് ചെയ്യാനിടാൻ. അപ്പോൾ ഇത് നല്ലപോലെ ഇങ്ങനെ ബോയിൽ ചെയ്ത് ഇങ്ങനെ നല്ലപോലെ തിളച്ച് വരണം. അത് തിളച്ച് വരുമ്പോൾ അപ്പം തന്നെ നിങ്ങൾ ഓഫ് ചെയ്യരുത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി ഇത് സെർവ് ചെയ്യാൻ ടൈമായി. നമുക്കിനി ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിൽ ഞാൻ ഇതൊന്ന് സെർവ് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഫ്രഷ് ക്രീം, ഇതിനകത്തൊരു വലിയൊരു 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ ഡിസൈനിങ്ങിന് ഇട്ടതല്ല, ഇതിനകത്ത് ഫ്രഷ് ക്രീം ഇടണം. അതുകൊണ്ട് തന്നെ ഫ്രഷ് ക്രീം നമ്മളൊരു 1 ടേബിൾ സ്പൂൺ ലൈക്ക് ഒരാൾക്ക് 1 ടേബിൾ സ്പൂൺ എന്ന രീതിയിൽ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ഒക്കെ ഇടാം നമുക്ക് ക്രീം ഇതിനകത്തേക്ക്. പിന്നെ ഇതിനകത്ത് പെപ്പർ വേണ്ട ആൾക്കാർക്ക് കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാം. ഇന്ന് ഞാൻ ഭംഗിക്ക് വേണ്ടി കുറച്ച് ഫോർമാലിറ്റിക്ക് ഇതൊക്കെ വെച്ചേക്കണത്. വെക്കണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് ഇത്ര എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറയും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു.